കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സൗമ്യ മുഖമാണ് സീതാറാം യെച്ചൂരി. നിലപാടുകളുടെ ചേർത്തുപിടിക്കലിന്റെ രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ നോക്കാം. ईस्टर का मतलब समय के कालचक्र को एक नया ऊर्जा देना, और ये नया ऊर्जा देना कई लोग मानते हैं कि आज के दिन होता है, लेकिन एक नया അടങ്ങാത്ത പോരാട്ടവീര്യമാണ് യെച്ചൂരി എന്ന പേരിൽ അവസാനിച്ചത്. സർവേശ്വര സോമയാജുലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലാണ് സീതാറാം യെച്ചൂരിയുടെ ജനനം. ചെന്നൈയിൽ ജനിച്ച ആന്ധ്രാക്കാരനായ യെച്ചൂരി 10ാം ക്ലാസ് വരെ ഹൈദരാബാദിലെ ഓൾ സെയിൻസ് ഹൈസ്കൂളിൽ പഠിച്ചു. 1962 നടന്ന തെലങ്കാന പ്രക്ഷോഭം അദ്ദേഹത്തെ ഡൽഹിയിലെത്തിച്ചു. തെലുങ്കുദേശത്തിന്റെ ചെഞ്ചോരയിലലിഞ്ഞ ചുവന്ന രാഷ്ട്രീയമാണ് യെച്ചൂരിയെ അടയാളപ്പെടുത്തിയത്. സീത എന്ന് സുഹൃത്തുക്കൾ വിളിപ്പേരിട്ട സീതാറാം 1974 SFIയിലൂടെയാണ് വിപ്ലവഗാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ബിരുദത്തിനു ശേഷം JNUവിലെത്തി. JNUവിന് ചുവന്ന രാഷ്ട്രീയത്തിന്റെ വിത്തിട്ടത് യെച്ചൂരിയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ പഠനം പൂർത്തിയാക്കാനായില്ല. 3 തവണ JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷനായ യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഊടും പാവും നെയ്തത് ആ സർവകലാശാല ക്യാമ്പസ് തന്നെയാണ്. 1975 അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് നേരെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമായി മുദ്രാവാക്യം വിളിച്ച യുവാവിനെയാണ് പിന്നീടിന്ന് ഡൽഹി എയിംസിൽ പൊലിഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സൗമ്യനായ നേതാവായി കാലം അടയാളപ്പെടുത്തിയത്. SFI ദേശീയ പ്രസിഡന്റായ യെച്ചൂരി 1992 പോളിറ്റ് ബ്യൂറോ അംഗമായി. 2005 ബംഗാളിൽ നിന്ന് രാജ്യസഭയിലെത്തിയ യെച്ചൂരി മികച്ച പാർലമെന്റേറിയൻ കൂടിയാണ്. 2015 പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി. 2018 ഹൈദരാബാദിലും 2022 കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസുകളിലും ജനറൽ സെക്രട്ടറിയായി തുടർന്നു. അന്ധമായ കോൺഗ്രസ് വിരോധം സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയമല്ലായിരുന്നു. കോൺഗ്രസിനെ മാറ്റി നിർത്തി മതേതര മുന്നണിക്ക് നിലനിൽപ്പില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നയം. ഇന്ത്യ മുന്നണി എന്ന BJP ബദൽ വാർത്തെടുക്കാൻ മുൻപിൽ നിന്ന് നയിച്ചത് അദ്ദേഹമായിരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അനുസ്മരിച്ചു കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനായ മനുഷ്യനെന്ന്. സീതാറാം യെച്ചൂരി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെന്താരകമായി തുടരും. ചുരുട്ടി വിളിച്ച 1000 മുദ്രാവാക്യങ്ങൾക്കൊപ്പം റെഡ് സല്യൂട്ട് കോമ്രേഡ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.